CPI പാർലം ലോക്കൽ സമ്മേളനം നടന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മന്ത്രി കെ രാജൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നൊരു രാഷ്ട്രീയ മുന്നണിക്ക് രൂപം നൽകാൻ ഇന്ത്യ എന്ന രാജ്യം തീരുമാനിച്ചു. ഇന്ത്യ എന്ന രാഷ്ട്രീയ മുന്നണി ഒരുപക്ഷെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്താൻ തീരുമാനിച്ച ഏറ്റവും വലിയ സമരത്തിന്റെ ഭാഗമായിരുന്നു. ആ മുന്നണി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചപ്പോൾ നെഞ്ചിന്റെ അളവിന്റെ വലിപ്പം കാണിച്ച് ഇന്ത്യ രാജ്യത്ത് 300+ എന്ന ഏക ഭരണ സംവിധാനത്തെ കുറിച്ചാണ് BJPയും BJPയുടെ നേതാക്കളും ഇന്ത്യയാകെ പ്രകടിപ്പിച്ച വികാരം. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യവും അവരുടെ പുതിയ ഘടകകക്ഷികളും കൂട്ടായി അധികാരത്തിൽ വന്നു എന്നതൊരു രാഷ്ട്രീയ നേതൃത്വമാണ്, യാഥാർത്ഥ്യമാണ്. ഞാനതിനോട് തർക്കിക്കുകയല്ല. പക്ഷെ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പായി BJP അവകാശപ്പെട്ടതുപോലെ നെഞ്ചിടിപ്പിന്റെയും നെഞ്ചളവിന്റെയും കരുത്തോടെ 300-ലധികം സീറ്റ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് കരസ്ഥമാക്കുന്ന ഒരു ഏകകക്ഷി ഭരണത്തിലേക്ക് അവരുടെ ഇച്ഛയനുസരിച്ചുകൊണ്ട് BJPക്ക് പോകാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്ത് BJPയെയും BJPയുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തെയും ഒരു രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ ജനങ്ങൾ ആഗ്രഹിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. CPI കോടന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുഭാഷ് മാരാത്ത് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് LDF ഗവൺമെന്റ് ഭരിക്കുന്നത്. നമ്മൾക്കറിയാം, ഈ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കാൻ, ഗവൺമെന്റിനെ ഇല്ലാതാക്കാനല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരള മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് 11 വർഷ കാലഘട്ടമായി നമ്മുടെ മോദി സർക്കാർ. അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ കരുത്തരായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഒരു LDF ഗവൺമെന്റാണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത്. മുതിർന്ന നേതാക്കളായ PR കുട്ടപ്പൻ, PK കൊച്ചുണ്ണി എന്നിവരെ മന്ത്രി കെ രാജൻ ആദരിച്ചു. വിവിധ ബ്രാഞ്ചുകളിലെ പ്രവർത്തകർ നൽകിയ അവയവദാന സമ്മതപത്രങ്ങൾ ചേർപ്പ് മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ PT സണ്ണി മന്ത്രിക്ക് കൈമാറി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഷീല വിജയകുമാർ, LDF നാട്ടിക നിയോജക മണ്ഡലം കൺവീനർ KM ജയദേവൻ, CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗം PB ഷാജൻ, തൃശൂർ ജില്ലാ കൌൺസിൽ മെമ്പർ KK ജോബി, അക്ഷയ് ശങ്കർ എന്നിവർ സംസാരിച്ചു. AC അനിൽകുമാർ, CM ഷക്കീർ, വിനീത, സന്ദീപ് ചീറാക്കോലി, ഹരീഷ് തേലപ്പുറത്ത്, KV ദാസൻ, ജെറി ജോസഫ്, രതീഷ്, സുഗതൻ മാരാത്ത്, സിബി സുരേഷ്, സുധ അനിൽ, AB ഷൈജു, ബാലചന്ദ്രൻ മാരാത്ത്, ബിന്ദു സുഭാഷ്, ഉദയഭാനു DM, ഹിമ മഹേഷ്, ബാബു കാരണത്ത് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വെങ്ങനശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോടന്നൂർ സെന്ററിൽ സമാപിച്ചു.